നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രാജയോഗം അനുഭവിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈ ജൂൺ മാസം. കാരണം എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ഏറ്റവും നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നൊരു പ്രത്യേകത ഈ മാസത്തിനുണ്ട്. കാരണം എന്താണ്, സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് 2ാം ഭാവത്തിൽ വന്നിട്ടുണ്ട്. പഞ്ചമഹാവൃക്ഷത്തിലെ രുചകായോഗം ചെയ്ത് ലഗ്നത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. ബുധൻ സ്വക്ഷേത്ര ബലവാനാണ്, നിപുണായോഗപ്രദനാണ്. അതേപോലെ തന്നെ 12ാം തീയതിക്ക് ശേഷം അവിടെ ശുക്രൻ കൂടി വരും. 12ാം തീയതി വരെ ഗുരുശുക്ര യോഗമാണ്. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്താണ്. ശനിയാണെങ്കിലും സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും യോഗമുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരും. പ്രത്യേകിച്ച് നിയമവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ചും ഇരുമ്പ് വസ്തുക്കൾ, അതുപോലെ തന്നെ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കും കലാപരമായ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ ജോലി എടുക്കുന്നവർക്ക് അനുകൂലാവസ്ഥയാണ് കാണുന്നത്. നല്ല സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ട്. പണം ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കൈ കിട്ടാതെ ഇങ്ങനെ കാലങ്ങളായിട്ട് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ ആ പണമൊക്കെ തിരിച്ച് കൈവശം വരാനായിട്ട് യോഗമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടും സാധിക്കും. നല്ല സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും ദാമ്പത്യ സുഖം അനുഭവിക്കാനും പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതി മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനും മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു മാസമാണ് ജൂൺ മാസം എന്ന് പറയുമ്പോഴും 12ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കാൽപാദത്തിന് വേദന, ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള ചെറിയ രോഗങ്ങൾ, ചെറിയ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം, ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ ഇല്ലാതെയില്ല. പക്ഷേ 100% ഒരു ദോഷവുമില്ലാത്ത ഒരു രാശി കിട്ടാനായിട്ട് സാധ്യതയില്ലല്ലോ. അപ്പോൾ ഈ മാസത്തിൽ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുള്ളപ്പോൾ ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ ദോഷങ്ങളെ കാണുന്നുള്ളൂ. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുന്നതിന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശത്രുദോഷം, സഹായികൾ ശത്രുക്കളാകാതിരിക്കാനും നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ക്ഷുദ്രകാരകനും ശത്രുകാരകനും ഒക്കെ ആയിരിക്കുന്ന കേതു 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ കേതുവിനെ സംബന്ധിച്ച് ത്രായാരിഷ്യ സദവസം 3, 6, 11 നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലം അപഹാരകാലങ്ങളൊക്കെ അനുകൂലമായ ഗുണഫലത്തെ ചെയ്യുമെന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് ഒരു പ്രകാരത്തിൽ ചിന്തിച്ചാൽ 6ൽ നിൽക്കുന്ന കേതു ദോഷകാരിയല്ല. എന്നാൽ ശത്രുദോഷം പോലെയുള്ള തടസ്സങ്ങൾ കുറച്ച് അനുഭവിക്കാനുള്ള യോഗം പൂർവ്വജന്മ ദുരിതം എന്ന് പറയുന്നൊരവസ്ഥയിലുണ്ട്. കാരണം 5, 6 ഭാവാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്താണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം, പ്രവൃത്തി മുതലായവ ചില സമയത്ത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 7ാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ്. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്താഗ്രഹിച്ചാലും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ്. അപ്പോൾ ഈ ഗുണഫലങ്ങൾ പരിപൂർണമായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുകയും തടസ്സങ്ങൾ വരികയും ചെയ്താൽ ദശാസംബന്ധമായിരിക്കുന്ന ദോഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്തായാലും നാഗപൂജ ചെയ്യുന്നതും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുന്നതും ഒക്കെ ഈ ദോഷത്തെ പരിഹരിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും മാനസിക സന്തോഷം ഉണ്ടാകാനും ഈ വരുന്ന ജൂൺ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.